അങ്ങനെ 37 ദിവസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരികയാണ്, തിരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് വാർത്ത. ക്ലിഫ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുടുംബസമേതം രാവിലെ തന്നെ ഗവൺമെന്റ് ഹൗസിൽ നിന്ന് താമസം മാറി ക്ലിഫ് ഹൗസിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. വളരെ ലളിതമായ ഒരു ചടങ്ങ്, പാലുകാച്ചൽ ചടങ്ങൊക്കെ ആയിട്ടാണ് കാണുന്നത്. രാവിലെയാണ് ഗവൺമെന്റ് ഹൗസിൽ നിന്നും മാറിയത്. തന്നെ അധികാരമേറ്റ ഒരു മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗികമായ വസതി കന്റോൺമെന്റ് ഹൗസിൽ ആണ് മുഖ്യമന്ത്രിയുടെ താമസം എന്നതും കൂടിയുണ്ട്. പിണറായി വിജയന്റെ നീരസവും കൂടി ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ. എത്രയും പെട്ടെന്ന് കന്റോൺമെന്റ് ഹൗസ് മാറണം എന്നത് സംബന്ധിച്ച് ഒരു നീരസവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബഡ്ജറ്റ് വരെ കഴിഞ്ഞു. 19-ാം തീയതിയായിരുന്നു ബഡ്ജറ്റ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി എന്നെ തിരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. വളരെ ലളിതമായ ചടങ്ങാണ് എന്നതും കൂടി മനസ്സിലാക്കുന്നു. വലിയ ആളും ബഹളവും ഒന്നും തന്നെ ഇല്ല. അവിടെ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനും ഉണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കം വളരെ ലളിതമായ ചടങ്ങായിട്ട് തന്നെയാണ് മാറുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഏകദേശം 37 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാറുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടി ചേരുന്നുണ്ട്. 6:45 മുഖ്യമന്ത്രി 6:45 മുഖ്യമന്ത്രി കുടുംബസമേതം ക്ലിഫ് ഹൗസിലേക്ക് മാറി. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലവിൽ വാടക വീട്ടിലാണ് കഴിയുന്നത്. മകൾ വീണ വിജയനും ഒപ്പമാണ് താമസിക്കുന്നത്. ആ ഒരു സ്ഥിതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ കന്റോൺമെന്റ് ഹൗസ് ഒഴിയുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറും എന്നതും കൂടി പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്കും മാറുകയും ചെയ്യും. അതാണ് അങ്ങനെ. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, വളരെ ലളിതമായ ചടങ്ങ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് വേറെ കാഴ്ചകൾ? പാലുകാച്ചൽ കഴിഞ്ഞോ? മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒരു മാസം പിന്നിട്ടിട്ടും കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരുന്നില്ല. ഇവിടെ ചില അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കാൻ വൈകിയതിനെ തുടർന്നാണ് താമസം മാറുന്ന കാര്യത്തിലും ഒരു കാലതാമസം നേരിട്ടത്. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കാർക്കും അകത്തേക്ക് പ്രവേശനമില്ല. പുറത്തു തന്നെയാണ് മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നത്. അകത്തേക്ക് കയറ്റിവിടാനുള്ള സാധ്യത ഒട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും അവിടെ പാലുകാച്ചൽ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ PRD വഴി മാധ്യമങ്ങൾക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഏത് തരത്തിലുള്ള അറ്റകുറ്റപ്പണികളാണ് അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരും. എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുഗമമായി മാധ്യമങ്ങൾ ഈ ക്ലിഫ് ഹൗസിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ അവിടെയും ഒരു സാധാരണ വാർത്താ ഇടം പോലെ എത്തുകയും ഒക്കെ ചെയ്തിരുന്ന കാലം. അതിനുശേഷം 10 വർഷത്തോളം ക്ലിഫ് ഹൗസിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് തന്നെ തുടരുന്ന സാഹചര്യം. അതാണ് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ഇനി കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തിയാക്കി വൈകാതെ താമസം മാറ്റും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ മെയ് 18 വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ തന്നെ ചെയ്തത്. മെയ് 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ മെയ് 18 നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോൾ ജൂൺ 25 എത്തി നിൽക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 37 ദിവസങ്ങൾക്ക് ശേഷമാണ് വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നത്. വലിയ ചെലവഴിച്ച് മോടി പിടിപ്പിച്ച് ക്ലിഫ് ഹൗസ് മോടിപ്പിക്കേണ്ടതില്ല, വലിയ തുകയൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. ഡാൻ, ആ രീതിയിലേക്ക് മാറുമോ? വലിയ ചെലവൊന്നും വേണ്ട എന്നുള്ളതാണോ മുഖ്യമന്ത്രിയുടെ നിലപാട്? 2 മാധ്യമപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് കഴിഞ്ഞ 10 വർഷവും ഇല്ലായിരുന്നു, അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശനായി മാറുമ്പോഴും അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലല്ലേ?
നടന്നിട്ടില്ലെങ്കിലും ഒരു മാസം കാലതാമസം ഉണ്ടാകാൻ മാത്രമുള്ള എന്ത് അറ്റകുറ്റപ്പണിയാണ് അതിനകത്ത് നടന്നത് എന്നൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു ആകാംക്ഷ ഉയരും. അത് സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം കാലതാമസം മുഖ്യമന്ത്രി അധികാരമേറ്റ് ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറാൻ ഇത്രയധികം കാലതാമസം നേരത്തെ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സമീപകാലത്തൊന്നും. എന്തായാലും ചില അറ്റകുറ്റപ്പണികൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം അതിനകത്ത് പ്രത്യേകം ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് നിർമ്മിച്ച പല കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് വാർത്തകളൊക്കെ വന്നതാണ്. അതിനുശേഷം ആണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ക്ലിഫ് ഹൗസിൽ ചില മോടി പിടിപ്പിക്കലുകളൊക്കെ നടന്നു. വലിയ പണം ചെലവഴിച്ചൊന്നുമല്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഒരു മാസത്തെ കാലതാമസത്തിന് ഒടുവിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി കന്റോൺമെന്റ് ഹൌസിലേക്ക് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിനും താമസം മാറേണ്ടതുണ്ട്. അവിടെയും ചില അറ്റകുറ്റപ്പണികൾ ബാക്കിയാകുന്നുണ്ട്. അത് പൂർത്തിയായ ശേഷമേ അദ്ദേഹം അവിടേക്ക് എത്തുകയുള്ളൂ. എന്തായാലും 6:45 കൂടിയാണ് വി ഡി സതീശൻ കുടുംബസമേതം അദ്ദേഹത്തിന്റെ പുതിയ ഔദ്യോഗിക താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഭാര്യയൊപ്പം ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുഹമ്മദ് ഷിയാസ് എറണാകുളം MLA അദ്ദേഹവും ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് വി ഡി സതീശനെ നേരിൽ കാണുന്നതിന് വേണ്ടി. അങ്ങനെയാണ് കാര്യങ്ങൾ. മറ്റ് ചടങ്ങുകളൊന്നും പുറത്തില്ല. അകത്ത് പാലുകാച്ചൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുന്നു. വളരെ ലളിതമായ ചടങ്ങ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഏകദേശം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒന്നും തന്നെ ഇത്രയധികം കാലതാമസത്തോടുകൂടി ക്ലിഫ് ഹൌസിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറുന്നത്. ഏകദേശം 6:45 മുഖ്യമന്ത്രി കുടുംബസമേതം തന്നെ ക്ലിഫ് ഹൌസിലേക്ക് എത്തിയത് എന്നത് മനസ്സിലാകുന്നു. അവിടെയും മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ല. പക്ഷേ ഇത്രയും ദിവസം എന്താണ് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൗതുകം ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ട്. ആ കൗതുകത്തിലേക്ക് തന്നെയായിരിക്കും ഇനി നീങ്ങുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ PRDയുടെ വഴി എന്തായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ എന്തായിരിക്കും കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഡാനാണ് വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ